അപ്പോഴേ നമ്മൾ ഇന്ന് കാശിക്കുട്ടനെയും കൊണ്ട് വീണ്ടും ഒരു അമ്പലത്തിൽ പോയിരിക്കുകയാണ് കേട്ടോ. കാശിക്കുട്ടനെ അവിടെ നിന്നും കൂടെ ചോറൂണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലമ്പൂർ അടുത്തുള്ള കരുളായി ചെമ്മന്തട്ട ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അവനെ കൊണ്ടുപോയി തൊഴിച്ച് ചോറൂണ് നടത്തി വരാനായിട്ട് വഴിപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും മക്കളെയും കൊണ്ടാണ് പോയത്. കാശിക്കുട്ടന് ചോറൂണിൻ്റെ സമയമായപ്പോഴത്തേനും ഉറക്കം വന്ന് നല്ല കുറുമ്പായിരുന്നു കേട്ടോ. ആള് ഒന്ന് ഉറങ്ങിയിരുന്നു. പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ഉറക്കത്തുനിന്ന് ഉണർത്തിയതാണ് കേട്ടോ. ഉറക്കത്തുനിന്ന് ഉണർത്തിയതിൻ്റെ കുറുമ്പാണ് ഈ കാണുന്നത്. ആള് നല്ല കരച്ചിലായിരുന്നു. കാശിക്കുട്ടൻ്റെ അച്ഛനും ഉണ്ണേട്ടനും മക്കൾ 2 പേരും കാശിക്കുട്ടനും കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ ചോറൂണ് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്ക് ആദ്യം ചന്ദനമൊക്കെ തൊടിച്ചപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആള് ഞങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയതാണ്. പിന്നെ ആൾക്ക് പായസമൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു സമാധാനം. അപ്പോൾ ചോറൂണിൻ്റെ പ്രസാദം പായസം വായിൽ കിട്ടിയപ്പോഴാണ് ആൾക്കൊരാശ്വാസമായത് കേട്ടോ. അവന് മധുരം നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. പായസം വായിൽ തട്ടിയപ്പോൾ ആൾ കരച്ചിലൊക്കെ നിർത്തി നല്ല ഉഷാറായിട്ട് നല്ല കുട്ടിയായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ആ തിരുമേനി വന്ന് നമുക്ക് ചോറൂണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉണ്ണേട്ടനാണ് കേട്ടോ കുഞ്ഞിന് ചോറൂണ് നടത്തുന്നത്. ആദ്യത്തെ ചോറൂണ് അച്ഛനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വല്യച്ഛൻ കൊടുത്താൽ മതി എന്ന് അവർ പറഞ്ഞപ്പോൾ ഉണ്ണേട്ടന് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ കാശിക്കുട്ടന് വല്യച്ഛൻ്റെ മടിയിലിരുന്ന് ചോറൂണാണ് കേട്ടോ. ഒന്ന് ചേച്ചിമാർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. 2 പേരും ഇടവും വലവും ഇരുന്ന് കാണുകയാണ് കേട്ടോ അവരുടെ അനിയൻകുട്ടൻ്റെ ചോറൂണ്. അങ്ങനെ കാശിക്കുട്ടൻ ചോറ് വായിൽ തട്ടിയപ്പോൾ പ്രസാദം വായിൽ തട്ടിയപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി. മധുരമാണല്ലോ, മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറൂണ് നടത്തുന്നത്. പക്ഷെ ആൾക്ക് മധുരം മാത്രമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മധുരം കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി. പിന്നെ എല്ലാവരും അവരവരുടെ വക അവന് വായിൽ വെച്ച് കൊടുത്തു കേട്ടോ പായസം. അപ്പോൾ പായസത്തിൻ്റെ മധുരം കിട്ടിയപ്പോഴാണ് വിശന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കിട്ടിയപ്പോൾ ആൾ കരച്ചിലൊക്കെ ഒന്ന് നിർത്തി. എല്ലാവരും കൊടുക്കുന്നത് നല്ല ഹാപ്പി ആയിട്ട് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നിർത്തിയപ്പോഴായിരുന്നു അതിന് കരച്ചിൽ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൊടുത്തു, ചേച്ചിക്കുട്ടികളും കൊടുത്തു. ചോറൂണ് കഴിഞ്ഞ് പിന്നെ ചോറൂണ് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറി കുട്ടീനെ തൊഴിക്കാൻ പാടുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്കുട്ടി തുമ്പിക്കുട്ടി പായസം വായിൽ കൊടുത്തപ്പോൾ തുമ്പീനെ വിരലിൽ കടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവള്. അങ്ങനെ ഞങ്ങളെ കുഞ്ഞാവ 2ാമത്തെ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ചോറൂണ് കേട്ടോ. ആള് നല്ല അടിപൊളിയായിട്ട് പായസമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവനെയും കൊണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴിയിച്ച്. അമ്പലത്തിൻ്റെ അകത്തുനിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. തൊഴിയിക്കൽ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് കേട്ടോ. പുഴയിലൊന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിപ്പോയി. പുഴേൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് കേട്ടോ. നമ്മൾ പിന്നെ പുഴയിലൊക്കെ കുറച്ച് സമയം കളിച്ച് അങ്ങനെ തിരിച്ചു പോരുക ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.